അച്ഛൻ എവിടെ പോയതാ? അച്ഛൻ വരും മോനെ. അവിടെ കുഞ്ഞമ്മ പറയുന്ന കേട്ട് അച്ഛനും അമ്മയും വഴക്കായിട്ട് അച്ഛൻ എന്തോ ചെയ്തെന്ന്. അങ്ങനെയൊന്നുമില്ല. മോൻ ആര് പറയുന്നത് കേൾക്കണ്ട കേട്ടോ. ചേച്ചി എവിടെ? അവൾ ഇന്ന് കണ്ടില്ലല്ലോ. ഏതൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു പറഞ്ഞു. ഫ്രണ്ടിന്റെ വീട്ടിലോ? ഏത് ഫ്രണ്ടിന്റെ? അതൊന്നും അറിയില്ല. ഏതൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിന്ന് പറഞ്ഞു. അവൾ എപ്പോഴാ പോയത്? കുറച്ചു നേരമായി. കുറച്ചു നേരോ? ഹലോ, ഞാൻ മാളവികയുടെ അമ്മയാണേ. മാളു അങ്ങോട്ട് വന്നിട്ടുണ്ടോ? അല്ല, അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നു. ആ ശരി. അവളവിടെ എത്തിയിട്ടില്ലല്ലോ. ഹലോ, മാളവികയുടെ അമ്മയാണേ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വീട്ടിലേക്ക് വിളിച്ചു. അവൾ അവിടെ ഒന്നും ചെന്നിട്ടില്ല. നീ വന്നേ. അമ്മ, പ്രകാശനോടെ? പ്രകാശ, പ്രകാശ. എടാ, മാളു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് പോയതാ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഏത് ഫ്രണ്ട്? അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയൊക്കെ ഞാൻ വിളിച്ചു നോക്കി. പക്ഷെ കൊച്ചു അവിടെ ഒന്നും എത്തിയിട്ടില്ല ഇതുവരെ. എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിയില്ല പ്രകാശ. നീ ടെൻഷൻ അടിക്കാതാവണി, നമുക്ക് അന്വേഷിക്കാം. അച്ഛന്റെ അമ്മയുടെയും വഴക്ക് കാണാൻ വയ്യാതെ അവളെവിടെയെങ്കിലും പോയി കാണും. നിന്നെപ്പോഴാ ആരെ വിളിച്ചേ? എനിക്കൊരു കാര്യം പറഞ്ഞൂടെ? ഇന്നലെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടായിരുന്നു അച്ഛനും അമ്മയും ഭയങ്കര എപ്പോഴും വഴക്കാണെന്ന്. നമ്മൾ എങ്ങോട്ടെങ്കിലും മാറിയെന്ന് കോംപ്രമൈസ് ആയാലേ തിരിച്ചു വരുള്ളൂ എന്ന് വിളിച്ച് പറഞ്ഞാലോ എന്ന്. കേട്ടില്ലേ? അഞ്ചു പറഞ്ഞാലാ കുഴപ്പം. പാവം പിള്ളേര് എന്തോരം വിഷമിച്ചു കാണും. ഇതുപോലെ തന്നെയായിരിക്കും മോഹനേട്ടനും. വിഷമിച്ചിട്ടാവും വരാത്തത്. എന്റെ അഞ്ജു, ഇവിടെ എല്ലാവരും ഇത്ര വിഷമിച്ചിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? സാധാരണ രീതിയിൽ ശരിയല്ലേ ചേച്ചി? പക്ഷെ ഇവിടെ എല്ലാം വരുത്തി വെക്കുന്നതാ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. നാളെ അവനിക്ക് പരീക്ഷയാണ്. മോഹനെ കാണാനില്ല. ഇപ്പൊ അതേ മാളൂനെ. എനിക്ക് തോന്നുന്നു അവർക്ക് രണ്ടുപേർക്കും ആവണി പരീക്ഷയ്ക്ക് പോകണം താല്പര്യം ഇല്ല എന്നുള്ളതാ. ഒരിക്കലും അല്ലേ ചേച്ചി. മാളു എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി വാങ്ങി കാണണമെന്ന്. ഞാനിപ്പോഴും കരുതുന്ന മോഹൻ മാറിയിരിക്കുവാന്നുള്ളതാ. മാള് ചിലപ്പോ മോഹനെ അന്വേഷിച്ച് പോയതാണെങ്കിലോ? എന്നോട് പറഞ്ഞത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിന്നാ. കള്ളം പറഞ്ഞതായിരിക്കും ആവണി. ഒന്നെങ്കിൽ മോഹനും മാളും ഒരുമിച്ചുണ്ടാവും, അല്ലെങ്കിൽ മാളും നമ്മൾ അന്വേഷിക്കണം. എന്തോ പ്രശ്നമുണ്ട്. പ്രകാശ, നീ പെട്ടെന്ന് ചെന്ന് നോക്ക്. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. ചെല്ലടാ, പോയി നോക്ക്. പ്രകാശ, ഞാനും വരാം. ഒരു കാര്യം ചെയ്യാം, പ്രകാശൻ ഒരു വഴിക്ക് അന്വേഷിക്കേ. ആവണി, നീ എന്റെ കൂടെ വാ, നമുക്ക് പോവാം. ബാ ബാ. ഞാനും പോയി നോക്കട്ടെ അച്ഛമ്മ. വേണ്ട മോനെ, അവിടെ പോയി നോക്കിയിട്ട് വരട്ടെ. ഇവിടെ ചെറുക്ക ഒന്നിനെ കാണാഞ്ഞിട്ടാണ് നോക്കാൻ പോയത്. ഇനി നീയും കൂടി പോയിട്ട് വേണം അന്വേഷിച്ചു വരാൻ. ഞാൻ മാളിന് നോക്കാൻ പോയവരെ കാണില്ലല്ലോ. വരൂ അച്ഛമ്മേ, അവരിപ്പോ പോയതല്ലേ ഉള്ളൂ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ